ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പം മഴ കാരണം സ്കൂളൊക്കെ ലീവിലൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കരമായ എഴുതലും പഠിക്കലൊക്കെയാണ്. മോൾക്ക് സ്കൂളില്ലെങ്കിൽ അമ്പാടിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം. അല്ലെങ്കിൽ ചേച്ചി, അച്ഛനും അച്ഛമ്മയും എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഞാനും അമ്പാടിയും തനിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇല്ല ദിവസം അമ്പാടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രാവിലത്തെ ചായയോടെ എല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്നത്തെ കുറച്ച് മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് പതിവാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് മീൻകറി മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പം എന്നൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പയർ ഒടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവുക, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായപ്പൊടി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിക്കാറ്. ദേവുട്ടി അങ്ങനെ ചായ ഒന്നും കുടിക്കൂല കേട്ടോ. അമ്പാടിയാണേ എത്ര കൊടുത്താലും ചായ കുടിക്കും കേട്ടോ. അവന് ചായ ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല സുഖമാണല്ലോ അല്ലേ. പിന്നെ കുറച്ച് ബേക്കറിയൊക്കെ എടുത്തിട്ട് മക്കളെ കൂടെ പോയിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കളെ കൂടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പയറിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പിന്നെ വെറുതെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ട് പയറയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും കാന്താരിമുളകൊക്കെ ചേർത്തിട്ട് ഈ ഒരു ചമ്മന്തി മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടൊരു ചമ്മന്തി കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. കടുക് പൊട്ടി വന്നപ്പോൾ പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പയറൊക്കെ ഇവിടെ വെന്ത് വരട്ടെ. പിന്നെ പുറത്ത് പോയിട്ട് 2 കാന്താരിമുളക് പറിച്ചിട്ട് വരണം കേട്ടോ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദേവുട്ടിയാണ് കേട്ടോ മുളക് പറിക്കുന്നത്. നമ്മൾ കാന്താരി ചെടിയിൽ നിറച്ച് മൊട്ടുണ്ട്. മുളക് ചേർക്കുന്നതിനേക്കാളും കാന്താരിമുളക് ചേർക്കുന്ന കേട്ടോ ചമ്മന്തിക്കൊക്കെ കൂടുതൽ ടേസ്റ്റ്. അപ്പം മുളകൊക്കെ പറിച്ച് വന്നപ്പോഴത്തേക്കും ഇതാ പയർ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി ഇതാ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കാന്താരിമുളകും ചെറിയുള്ളിയും കുറച്ച് പുളിയും കൂടെ ചേർത്താണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിയും പയറുപ്പേരിയും തലേന്നത്തെ മീൻകറിയും ഇതെല്ലാം പോരെ ചോറ് കഴിക്കാൻ. ഇതന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണേ.